അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അറേഞ്ച് ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്ന ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ഇൻ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/9, 2/3, 8/21 അല്ലെ. ഈ നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് ചെയ്യണം, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഡിസെൻഡിങ് ഓർഡറോ അസെൻഡിങ് ഓർഡറോ നോക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് എഴുതുക. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. LCM എങ്ങനെ കണ്ടുപിടിക്കാം? 9, 3, 21 ഈ മൂന്ന് നമ്പറിന്റെ കൂടെ LCM കണ്ടുപിടിക്കാം. 9, 3, 21 മൂന്നിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇവിടെ 3, 1, 7 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1, 1, 7 എന്ന് കിട്ടും. പിന്നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1, 1, 1 എന്ന് കിട്ടും. അപ്പോൾ LCM is equal to 3 into 3 into 7 ആണ്. 3 into 3 into 7 that is equal to 9 into 7. എത്ര കിട്ടും? 9 into 7 63. അപ്പോൾ ഇതിന്റെ LCM നമുക്ക് 63 കിട്ടി. 63 കിട്ടിയെങ്കിൽ നമുക്ക് ഈ ഓരോ നമ്പറിനെയും ഡിനോമിനേറ്റർ 63ലേക്ക് മാറ്റണം, LCMലേക്ക് മാറ്റണം. ഓരോ നമ്പറിന്റെയും ഡിനോമിനേറ്റർ നമ്മൾ 63 ആക്കണം. ഫസ്റ്റ് നമ്പർ 2/9 നമുക്ക് നോക്കാം. 2/9 63 ആക്കണമെങ്കിൽ 9നെ 63 ആക്കണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ സെയിം 7 കൊണ്ട് തന്നെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കോമ അഡീഷൻ അല്ല, അതുകൊണ്ട് നമുക്ക് കോമ തന്നെ ഡിസെൻഡിങ് ഓർഡർ എഴുതാനാണ്. 2/3യെ നമുക്ക് 63 ആക്കണം. 3യെ 63 ആക്കണമെങ്കിൽ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്ക് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മേളിൽ നമ്മൾ 21 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 8/21നെ 21നെ നമുക്ക് 63 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8നെ നമ്മൾ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കിപ്പോ മൂന്നിന്റെയും ഡിനോമിനേറ്റർ 63ക്ക് ഈക്വൽ ആയി അല്ലേ. എങ്ങനെ വന്നു? ന്യൂമറേറ്ററിൽ വന്ന ചേഞ്ച് എങ്ങനെയാണ്? 14/63. ഇവിടെ 21 into 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 42/63. അതുപോലെ 8 3s are 24 divided by 63 എന്നിങ്ങനെ മൂന്ന് നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇത് ഓരോന്നും നോക്കുക. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 2/9 ആണ്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 8/21 ആണ്. നമ്മൾ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എഴുതിയേ ഉള്ളൂ. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അതിന്റെ ഡിനോമിനേറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? LCMന് ഈക്വൽ ആക്കി. ഇപ്പൊ നോക്കി, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് കിട്ടി. ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതുക. ഏറ്റവും വലിയ നമ്പർ മീൻസ് ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഉള്ള നമ്പർ ആണ്. സോ we can write 42/63 is the greatest number. Okay, second number is 24/63 and third number is 14/63. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിൾ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 42/63 is greater than 24/63. It is greater than 14/63 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇതിന്റെ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ പോരാ. ഇങ്ങനെ എഴുതിയാൽ അരമാർക്ക് പോകും. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ നമ്പേഴ്സിനെ എഴുതാനാണ്. ഈ നമ്പറിനെ എഴുതി വെക്കരുത്. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ നമ്പറിനെ എഴുതണം. അപ്പോൾ ഈ 42/63ക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്പർ എന്താണ്? 2/3 ആണ്. ആണല്ലോ, 2/3 ആണ്. അടുത്തത് 24/63ക്ക് ഈക്വൽ ആയിട്ടുള്ളത് 8/21 ആണ് അല്ലേ. അടുത്ത നമ്പർ 2/9. ഈ ഓർഡറിൽ എഴുതണം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ഓക്കെ, ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അവസാനം ഒരു മാർക്കിങ് പോകും. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ നമ്പേഴ്സിനെ എഴുതാനല്ല, പിന്നെയോ ഈ നമ്പേഴ്സിനെ അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്. അതുകൊണ്ട് ഡിസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ എഴുതാം. ഇതായിരിക്കണം ഫൈനൽ ആൻസർ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്. ഇതിന്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/5, 3/7, 7/10. ഓക്കെ, 1/5, 3/7, 7/10 ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനെ നേരത്തെ പോലെ നമുക്ക് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് അല്ലേ. ഇതിനെ എന്ത് ചെയ്യുക? സെയിം ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. സെയിം ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് LCM എടുക്കാം.
5ന്റെയും 7ന്റെയും 10ന്റെയും കൂടെ എൽസിയം എടുക്കാം. നമുക്ക് നോക്കി ഇതിന്റെ എൽസിയം എടുക്കണമെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1, ഇത് 1 കിട്ടും. ഇവിടെ 7നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7 അതുപോലെ എഴുതി. 10നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 2 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 1 കിട്ടും. ഇതിന്റെ എൽസിയം നമുക്ക് എങ്ങനെ എഴുതാം? LCM is equal to 5 into 7 into 2. 5 into 7 into 2 എന്ന് കിട്ടും. That is equal to 35 into 2 is equal to 70 എന്ന് കിട്ടും. അല്ലേ, മൾട്ടിപ്ലൈ നോക്കുക. 70 നമുക്ക് LCM കിട്ടും. LCM 70 എന്ന് നമുക്ക് കിട്ടും. ആണല്ലോ. ഇനി നമുക്ക് തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും, തന്നിട്ടുള്ള ഈ 3 നമ്പേഴ്സിനെയും നമുക്ക് ഡിനോമിനേറ്റർ 70യിലേക്ക് കൊണ്ടുവരണം. ഡിനോമിനേറ്റർ 70യിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. 1/5നെ നമുക്ക് 70യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് 5നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 70 കിട്ടുന്നതെന്ന് അറിയാം. ഇതേ 14 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് നമ്പർ 3/7 ആണ്. 7നെ 70 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ നമ്മൾ 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത 7/10 ആണ്. 10നെ 70 ആക്കണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 7 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 14/70 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 30/70 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 49/70 എന്ന് കിട്ടി. ആണല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതാണ് വലിയ നമ്പർ? ഇതിനകത്ത് വലിയ നമ്പർ 49/70 ആണ്, അല്ലേ? സെക്കൻഡ് നമ്പർ 30/70 ആണ്. ഏറ്റവും ചെറിയ നമ്പർ 14/70 ആണ്. ഇതാണോ നമ്മുടെ ആൻസർ? ഇതല്ല നമ്മുടെ ആൻസർ. ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് നോക്കുക. 49/70 എന്ന് പറഞ്ഞാൽ 7/10 ആണ്, അല്ലെ? അടുത്ത 30/70 എന്ന് പറഞ്ഞാൽ 3/7 ആണ്, ആണല്ലോ. ലാസ്റ്റ് 49/70 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇതാണ് ഇതിന്റെ അസെൻഡിങ് ഓർഡർ. ഇതേ രീതിയിൽ വേണം എഴുതാൻ. ഇതാണ് ഇതിന്റെ അസെൻഡിങ് ഓർഡർ. അപ്പോൾ 7/10, 3/7, 1/5 എന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ അസെൻഡിങ് ഓർഡർ അല്ല, ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ ഈ രീതിയിൽ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊരു മാജിക് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി മാജിക് സ്ക്വയർ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ഇൻ ഈച്ച് കോളം ആൻഡ് അലോങ് ദ ഡയഗണൽസ് ഈസ് ദ സെയിം. ഈസ് ദിസ് എ മാജിക് സ്ക്വയർ? ഇതൊരു മാജിക്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇൻഡിജേഴ്സിന്റെ ചാപ്റ്ററിൽ മാജിക് സ്ക്വയർ കണ്ടാണ്, അല്ലേ? എല്ലാ ഭാഗത്തേക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്പർ കിട്ടുന്നത് മാജിക് സ്ക്വയർ എന്ന് പഠിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതൊരു മാജിക് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. മാജിക് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ റോ, കോളം, അതുപോലെ ഡയഗണൽ മൂന്നും ആഡ് ചെയ്ത് നോക്കുക. ഇങ്ങോട്ടും ക്രോസിൽ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് നോക്കുക. 3 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ ഇതൊരു മാജിക് സ്ക്വയർ ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം ഇത് സെയിം ആൻസർ ആണോ കിട്ടുന്നതെന്ന്. ഓക്കെ, ഇത് അഡീഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 11 ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് നമ്പേഴ്സ് നമുക്ക് നോക്കാം. 4/11 പ്ലസ് 9/11 പ്ലസ് 2/11. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 തന്നെ ഡിനോമിനേറ്റർ വരും, മേളിൽ 15 കിട്ടും. 9 + 4 + 2 15 കിട്ടും. അപ്പോൾ 15/11 ആണ് അവിടെ നമുക്ക് ഇത് കിട്ടുന്നത്. 15/11. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. 3/11 പ്ലസ് 5/11 പ്ലസ് 7/11. That is equal to 11 തന്നെ താഴെ നമുക്ക് എഴുതാം. 3 + 5 + 7 that is equal to 15, അല്ലേ? 15 തന്നെ കിട്ടും. അതുകൊണ്ട് അതും 15/11 നമുക്ക് കിട്ടി. 15/11 കിട്ടി. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ വരിയിലുള്ളത് 8/11 പ്ലസ് 1/11 പ്ലസ് 6/11, അല്ലേ? അതിന്റെ ആൻസർ എത്ര കിട്ടും? 11 തന്നെ. മേളിൽ 8 + 1 + 6, അതായത് 9 + 6 15, അല്ലെ? 15/11 തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. താഴേക്ക് നോക്കുമ്പോൾ 4/11 പ്ലസ് 3/11 പ്ലസ് 8/11 എത്രയാണ്? 111 താഴേക്ക് 4 + 3 7, 7 + 8 is 15. അപ്പോൾ ഇതും നമുക്ക് 15/11 തന്നെ കിട്ടി. അടുത്തത് നമുക്ക് നോക്കാം. 9/11 പ്ലസ് 5/11 പ്ലസ് 1/11 that is equal to 11 തന്നെ താഴെ എഴുതാം. 9 + 5 + 1, അതായത് 14 + 1 is equal to 15 തന്നെ കിട്ടും. അതുകൊണ്ട് താഴേക്ക് നമുക്ക് 15/11 ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അടുത്തത് നമുക്ക് ഇത് നോക്കാം. 2/11
പ്ലസ് 7/11 പ്ലസ് 6/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 താഴെ എഴുതിയിട്ട് 2 പ്ലസ് 7 9 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 15. ഇവിടെ നമുക്ക് 15/11 തന്നെ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് നോക്കാം. ഓക്കെ, ഡയഗണൽ ക്രോസ് ആയിട്ട് നോക്കാം. ക്രോസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് 4/11 പ്ലസ് 5/11 പ്ലസ് 6/11 എത്ര കിട്ടും? 11 തന്നെ താഴെ എഴുതാം. 4 പ്ലസ് 5 9 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 15/11 കിട്ടും. അതും നമുക്ക് ഇങ്ങനെ ക്രോസ് നോക്കുമ്പോൾ നമുക്ക് 15/11 കിട്ടും അല്ലേ. 15/11 കിട്ടും. ഇങ്ങനെ ക്രോസ് നോക്കിയാലോ 2/11 പ്ലസ് 5/11 പ്ലസ് 8/11 എത്ര കിട്ടും? 11 തന്നെ നമുക്ക് എഴുതാൻ താഴെ. ന്യൂമറേറ്ററിൽ 5 പ്ലസ് 2 7 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 15/11 തന്നെ കിട്ടും. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്താലും നമുക്ക് 15/11 തന്നെ കിട്ടും. നോക്കി, എല്ലാ ആൻസറും കോളം ആണെങ്കിലും റോ ആണെങ്കിലും ഡയഗണൽ ആണെങ്കിലും നമുക്ക് 15/11 തന്നെ കിട്ടി. സോ ഇറ്റ് ഈസ് എ മാജിക് സ്ക്വയർ. ഇതൊരു മാജിക് സ്ക്വയർ ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് 12 1/2 സെന്റിമീറ്റർ ലോങ് ആൻഡ് 10 2/3 സെന്റിമീറ്റർ വൈഡ് അല്ലെ. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. എങ്ങനെയാണ് നമ്മൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് ഒന്നുകിൽ 2 × L + B ആണ് റെക്ടാങ്കിളുടെ പെരിമീറ്റർ. ഏതൊരു ഫിഗർ ആണെങ്കിലും അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ 4 സൈഡും കൂടെയുള്ള ഇതൊരു റെക്ടാങ്കുലർ ഷീറ്റ് ആണ് വിചാരിക്കുക. ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ആണെന്ന് അറിയാലോ. ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ഇത് ബ്രെഡ്ത്ത് ഇത് ലെങ്ത് അല്ലെ. അപ്പോ ഈ 4 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പെരിമീറ്റർ കിട്ടും? നോക്കിയേ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 2 ലെങ്ത് പ്ലസ് 2 ബ്രെഡ്ത്ത് അല്ലെ. അതായത് 2 × L + B. ഇങ്ങനെയാണ് ആ 2 × L + B കിട്ടിയത് നമ്മുടെ പെരിമീറ്റർ. ഇത് കാണാതെ പഠിക്കാനല്ലോ, നമുക്ക് ഇങ്ങനെ മാത്രം. ഇപ്പം അഥവാ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ മറന്നുപോയെന്ന് വിചാരിക്കുക. പെരിമീറ്റർ ചോദിക്കുകയാണെങ്കിൽ 4 സൈഡ് കൂടെ ആഡ് ചെയ്തെന്ന് വെച്ചാൽ മതി. അതായത് ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അത് ആണ് അതിന്റെ പെരിമീറ്റർ. അതിന്റെ ചുറ്റുമുള്ള അളവ്, മലയാളത്തിൽ ചുറ്റളവ് എന്ന് പറയും. ചുറ്റുമുള്ള അളവ്, അതാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ വരെ എത്തിയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, മാർക്ക് കിട്ടും. ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഫ്രാക്ഷന്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ അഡീഷന്റെ രീതിയിൽ തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ 2ന്റെ ഈ ഇക്വേഷൻ നമ്മൾ ഒഴിവാക്കി പകരം ഞാൻ ഈ രീതിയിൽ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ മറ്റേ രീതിയിലും ചെയ്യാം. ചിലപ്പോൾ സ്കൂളിൽ മറ്റേ രീതിയിലായിരിക്കും ചെയ്യിക്കുന്നത്. 2 × L + B ഇട്ടിട്ട് അതിട്ട് ചെയ്താൽ ശരിയാണ്. പക്ഷെ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ല, അതുകൊണ്ട് നമ്മളിവിടെ എന്തെടുക്കുന്നു, 4 സൈഡ് കൂടെ ആഡ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് പേപ്പർ എത്ര തന്നിട്ടുണ്ട്? 12 1/2 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 1/2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 12 × 2 24 പ്ലസ് 1 25/2 സെന്റിമീറ്റർ എന്നിവിടെ വെച്ച് തന്നെ ഇതിനെ എഴുതാം. ഓക്കെ, ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ബ്രെഡ്ത്ത് ഓഫ് പേപ്പർ തന്നിട്ടുള്ളത് എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ളത് 10 2/3 ആണ് അല്ലേ. 10 2/3 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 3 30 ആണ്. 30 + 2 32/3 സെന്റിമീറ്റർ എന്ന് നമുക്ക് അതിനെ എഴുതാം. 30. അപ്പോൾ ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് എന്ന് പറഞ്ഞാൽ 25/2 പ്ലസ് 25/2 പ്ലസ് 32/3 പ്ലസ് 32/3 എന്ന് എഴുതിക്കൂടെ? എനിക്ക് എഴുതാമല്ലോ, എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 25/2 രണ്ടിന്റെയും 2 ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് 50/2 എന്ന് എഴുതാം. പ്ലസ് രണ്ടിന്റെയും 3 ഡിനോമിനേറ്റർ ആയിട്ട് 3 താഴെ എഴുതിയിട്ട് 32 + 32 64/3 എന്ന് എഴുതാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അതായത് 2ഉം 3ഉമാണ് ഡിനോമിനേറ്റർ. സോ വി ഹാവ് ടു ടേക്ക് ദ LCM ഓഫ് 2 and 3 and LCM of 2 and 3 is 1 3 3 1 1. 2 × 3 6 ആണ് ഇതിന്റെ എന്ത് LCM എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, LCM 6 ആണ്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡിനോമിനേറ്ററിനെ 6 ആക്കണം, ഇതിന്റെ ഡിനോമിനേറ്ററിനെ 6 ആക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 6 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 50 × 3 / 2 × 3 ചെയ്യുമ്പോൾ അത് 6 ആയി. അതുപോലെ പ്ലസ്
64 into 2 divided by 3 into 2 ചെയ്യുമ്പോൾ അതും 6 ആയി. രണ്ടാമത്തെ ഡിനോമിനേറ്ററും 6 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 50 into 3 is equal to 150 ആണ്. 150 divided by 6 plus 64 into 2 എന്ന് പറഞ്ഞാൽ 128 ആണ്. 128 divided by 6 എന്ന് കിട്ടി. രണ്ടിന്റെയും ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് നമുക്ക് 6നെ അതുപോലെ എഴുതാം. ഇത് ആഡ് ചെയ്യുമ്പോൾ 278 ശരിയാണോ? 8 7 2 ശരിയാണ്. 278 divided by 6 എന്ന് കിട്ടി അല്ലേ? നോക്കി 278 by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. രണ്ടിനെയും വെട്ടി ചെയ്യാൻ അറിയാമോ? എല്ലാന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 2 അതായത് 139 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, 139 ഡിവൈഡ് ബൈ 3 സെന്റിമീറ്റർ എന്നതാണ് ആൻസർ. ഇനി ടെക്സ്റ്റ് കിടക്കുന്ന ആൻസർ ഇതിനെ മിക്സഡ് ആക്കിയിട്ടുള്ളതാണ്. ഇതിനെ മിക്സഡ് ആക്കി എഴുതുക. നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 139 ഡിവൈഡ് ബൈ 3 ചെയ്യുക. ഇതിനെ ചെയ്യുമ്പോൾ 4 12 1 9 കിട്ടും. 6 18 1 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മിക്സഡ് ആക്കി എഴുതാം? ആദ്യം അതിന്റെ കോഷ്യന്റ് എഴുതുക 46, പിന്നെ റിമൈൻഡർ എഴുതുക ഡിവൈഡ് ബൈ ഡിവൈസർ. ഇത്രയും സെന്റിമീറ്റേഴ്സ് ആയിരിക്കും ഈ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പറിന്റെ, അതായത് 46 1/3 സെന്റിമീറ്റർ ആയിരിക്കും ഈ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പറിന്റെ പെരിമീറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABE ആൻഡ് ദ റെക്ടാങ്കിൾ BCDE ഇൻ ദ ഫിഗർ whose perimeter is greater. അല്ലെ, നമുക്ക് ഇതിനകത്ത് വീട് പോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഫിഗർ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെക്ടാങ്കിളും ഒന്ന് ട്രയാങ്കിളും ആണല്ലോ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും നമുക്ക് കണ്ടുപിടിക്കണം, റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 സൈഡിൽ ആഡ് ചെയ്താൽ മതി. അല്ലാതെ ഹാഫ് BH ഒന്നും എടുക്കരുത്, അത് ഏരിയയാണ്. അപ്പൊ ഏരിയയും പെരിമീറ്ററും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിന്റെ 3 സൈഡിലൂടെ ആഡ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABE അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രയാങ്കിൾ ABEയുടെ സൈഡ്സ് വേണമല്ലോ ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ. ഫസ്റ്റ് സൈഡ് നമുക്കറിയാം 5/2 സെന്റിമീറ്റർ ആണ് ഫസ്റ്റ് സൈഡ്. ഒരു സൈഡ് നമുക്കറിയാം അല്ലെ. രണ്ടാമത്തെ സൈഡ് നമുക്കറിയാം തന്നിട്ടുണ്ട്. അത് 2 3/4 സെന്റിമീറ്റർ ആണ്. 2 3/4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 8 8 + 3 11/4 സെന്റിമീറ്റർ ആണ് ആ രണ്ടാമത്തെ സൈഡ്. അതിനെ നമ്മൾ മിക്സഡിൽ നിന്ന് തിരിച്ച് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സൈഡ് 11/4 സെന്റിമീറ്റർ ആണ്. അടുത്ത മൂന്നാമത്തെ സൈഡ് നമുക്ക് എത്ര കിട്ടും? 3/5 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈക്വൽ ടു 3 × 5 + 3 18/5 സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ സൈഡ്. 18/5 സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ സൈഡ്. ഈ 3 സൈഡ് നമുക്ക് കിട്ടി ട്രയാങ്കിൾ. ഇനി എന്ത് ചെയ്യണം? പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 കൂടെ ആഡ് ചെയ്യുക. 3 സൈഡ് കൂടെ ആഡ് ചെയ്താൽ മതി. അതാണ് പെരിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 + 11/4 + 18/5 അല്ലേ. നോക്കി, 3ന്റെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. 1ന്റെ 2, 2ന്റെ 4, 3ന്റെ 5. ഇതെന്ത് ചെയ്യും? ഇത് ചെയ്യാനൊന്നുമില്ല. LCM കണ്ടുപിടിക്കുക. 2 4 5. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2 5. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 1 5. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 1 1. That's equal to LCM is 2 × 2 × 5 is equal to 4 × 5 20 ആണ് നമ്മുടെ LCM. എന്തിനാണ് LCM കണ്ടുപിടിച്ചത്? ഈ എല്ലാ നമ്പേഴ്സിന്റെയും ഡിനോമിനേറ്ററിനെ നമുക്ക് LCM-ന് ഈക്വൽ ആക്കണം. നമുക്ക് ഫസ്റ്റ് നമ്പറിന്റെ ഡിനോമിനേറ്ററിനെ LCM ഈക്വൽ ആക്കാം. അതായത് 5/2 5 ഡിവൈഡ് ബൈ 2നെ 20 ആക്കണമെങ്കിൽ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 11/4 4നെ 20 ആക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത നമ്പർ 18/5 5നെ 20 ആക്കണമെങ്കിൽ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മേളിലും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. 5 × 10 is equal to 50/20 plus 11 × 5 is equal to 55/20 plus 18 × 4 is equal to 18 × 4 എത്രയാണ് നമുക്ക് നോക്കാം. 8 4s are 32. ഒരു 3 യോടെ കിടപ്പുണ്ട്. 4 + 3 72/20 എന്ന് കിട്ടും. ചെയ്ത് നോക്കാം.
ഓക്കെ 72/20 എന്ന് കിട്ടി. ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു, ഇവിടെ നമുക്ക് 20 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. മൂന്നിന്റെയും നമുക്ക് 20 ഡിഫറെന്റ് അതിന്റെ ഡിനോമിനേറ്റർ 20 അല്ലേ. അപ്പൊ നമ്മൾ 20 അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. പ്ലസ് 550 പ്ലസ് 55 പ്ലസ് 72 ദാറ്റ് ഈക്വൽ ടു എത്ര കിട്ടും? 0 5 പ്ലസ് 2 7 ആണ്. 7 പ്ലസ് 5 12, 12 പ്ലസ് 5 17. 177 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടി. 177 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടിയല്ലേ. ഇതിനെ നമുക്ക് ലോവസ്റ്റ് ടേംസിലേക്ക് ആക്കാൻ പറ്റില്ല, കാരണം 177ഉം 20യും തമ്മിൽ നമുക്ക് എന്തില്ല, ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്, ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മിക്സഡ് ആക്കാം. ഇതിനെ മിക്സഡ് നമ്പർ ആക്കാം. ഇതിനെ മിക്സഡ് നമ്പർ ആക്കണമെങ്കിൽ നമുക്ക് 177 ഡിവൈഡഡ് ബൈ 20 നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 8 160 17 ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 8 17/20 സെന്റിമീറ്റർ എന്ന് കിട്ടി. 8 17/20 സെന്റിമീറ്റർ എന്ന് കിട്ടി. 8 17/20 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇതാണ് എന്ത്, ട്രയാങ്കിൾ ABEയുടെ പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABE 8 17/20 സെന്റിമീറ്റർ ആണ്. 8 17/20 സെന്റിമീറ്റർ ആണ് ട്രയാങ്കിൾ ABEയുടെ പെരിമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് എഴുതിയിട്ടേക്കാം, ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ട് നമുക്ക് റെക്റ്റാങ്കിളിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഇത് മനസ്സിലായല്ലോ നല്ലപോലെ, റെക്റ്റാങ്കിളിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് എഴുതി മാറ്റിയിട്ടേക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ AB ഈസ് ഈക്വൽ ടു 8 17/20 സെന്റിമീറ്റർ ആണ്. നമുക്ക് കിട്ടിയല്ലോ, വായിച്ചാൽ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. റെക്റ്റാങ്കിൾ, ഏത് റെക്റ്റാങ്കിൾ? BCDEയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ലെങ്ത്? ഈസ് ഈക്വൽ ടു, ഇവിടെ ലെങ്ത് തന്നിട്ടുള്ളത് 2 3/4 സെന്റിമീറ്റർ ആണ്. നോക്കിയേ, ഇത് തന്നെയായിരിക്കും ഇവിടെ. അതാണ് റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത. റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത് രണ്ടിടത്തും സെയിം തന്നെയായിരിക്കും, ബ്രെഡ്ത്തും രണ്ടിടത്തും സെയിം തന്നെയായിരിക്കും. ആണല്ലോ. അപ്പോൾ നമുക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു 2 3/4 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 8 + 3 11/4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതിന്റെ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 7/6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 7/6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ചേഞ്ച് ഒന്നും വരുത്തണ്ട അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × L + B എടുക്കാം നമ്മൾ. പക്ഷേ അഡീഷൻ ആണ് എന്താ പഠിച്ചേ? L + L + B + B അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാ? 11/4 + 11/4 + B 7/6 + 7/6 ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഇത് രണ്ടൂടെ ചെയ്യുമ്പോൾ 4 ഇത് രണ്ടൂടെ മാത്രമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 4 നമ്മൾ കോമൺ ആയിട്ട് 11 + 11 = 22 + 6 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. 6 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 7 + 7 = 14. ഇവിടെ നമുക്ക് 4ഉം 6ഉം വന്നു. എളുപ്പമല്ലേ ഇത്? സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് ചെയ്യാം. 4 6, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3, വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 അല്ലേ. LCM is equal to 2 × 2 × 3 that is equal to 4 × 3 12 ആണ് LCM. 12 ആണ് നമുക്ക് കിട്ടിയ LCM 12. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം. ഇതിനെ രണ്ടിനെയും 12 ആക്കണം. ഇവിടെ നമുക്ക് 4നെ 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4 × 3 ആണ് 12. അതേ നമ്പർ കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 14 6നെ 12 ആക്കണമെങ്കിൽ × 2 × 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 22 × 3 = 66 ഡിവൈഡ് ബൈ 12 പ്ലസ് 14 × 2 28 ഡിവൈഡ് ബൈ 12 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയി കഴിയുമ്പോൾ നമുക്ക് 12 എന്ന് തന്നെ എഴുതാം. ഡിനോമിനേറ്റർ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 8 + 4 8 + 6 14 1 3 + 94 ഡിവൈഡ് ബൈ 12 എന്ന് നമുക്ക് കിട്ടി. 94 ഡിവൈഡ് ബൈ 12നെ നമുക്ക് രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. രണ്ടും എന്താണ്? ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് 47 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും.
47 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ആണല്ലോ, ഇത്രയും സെന്റിമീറ്റർ. ഇതിനെ നമുക്ക് മിക്സഡ് ആക്കി കഴിയുമ്പോഴോ 47 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്കറിയാം 6 7 8 7 7 42 5 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 7 5 ബൈ 6 എന്ന് കിട്ടും. 7 5 ബൈ 6 സെന്റിമീറ്റർ ആണ് എന്ത് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ നമുക്ക് 7 5 ബൈ 6 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, ആ കിട്ടിയ 7 5 ബൈ 6 നമുക്ക് മേളിലേക്ക് എഴുതാം. എവിടെ? റെക്ടാങ്കിൾ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 7 5 ബൈ 6 സെന്റിമീറ്റർ. ഇപ്പൊ രണ്ടും നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് മായ്ച്ചു കളയാം. നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. റെക്ടാങ്കിൾ ബി സി ഡിയുടേത് നമുക്ക് 7 5 ബൈ 6 കിട്ടി. അതുപോലെ ട്രയാങ്കിളിന്റെ നമുക്ക് 8 17 ബൈ 20 കിട്ടി അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, ഹൂസ് പെരിമീറ്റർ ഈസ് ഗ്രേറ്റർ? ആരുടെ പെരിമീറ്റർ ആണ് കൂടുതൽ, അല്ലെങ്കിൽ ഏത് പെരിമീറ്റർ ആണ് കൂടുതൽ? നോക്കിയേ, ഇത് 8 17 ബൈ 20, ഇത് 7 5 ബൈ 6. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഏത് പെരിമീറ്റർ ആണ് കൂടുതൽ. ഇവിടെ ഏത് പെരിമീറ്റർ ആണ് കൂടുതൽ? ഇവിടെ 7, ഇവിടെ 8. അപ്പോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ഡി ഈസ് ഗ്രേറ്റർ അല്ലെ? ഇതില് രണ്ടിലും ഏതാണ് ഗ്രേറ്റർ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള പെരിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ അതും കൂടെ എഴുതുക. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി ഈസ് ഗ്രേറ്റർ. ഇങ്ങനെ വരികയാണെങ്കിൽ, മിക്സഡ് നമ്പർ വരികയാണെങ്കിൽ അതിലെ ഓൾ നമ്പർ ഏതാണോ വലുത് ആ നമ്പർ നോക്കിയാൽ മതി. വേറെ ഒന്നും ഓൾ നമ്പർ എവിടെയാണോ വലുത് അത് നോക്കിയാൽ. വീണ്ടും ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഓൾ നമ്പർ ഏതാണോ വലുത് അതായിരിക്കും വലുത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ഇതാണ്. Salil want to put a picture in a frame. The picture is 3 by 5 centimeter wide. To fit in the frame, the picture cannot be more than 3 by 10 centimeter wide. How much should the picture be trimmed? സലീലിന് ഒരു പിക്ചർ സലീലിന്റെ കയ്യിലുണ്ട്. അത് ഒരു ഫ്രെയിമിനകത്ത് ഫിറ്റ് ചെയ്യണം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പിക്ചർ കുറച്ച് വലുതാണ്. ഓക്കെ, അപ്പൊ ആ ഫ്രെയിം ചെറുതാണ്. ആ ഫ്രെയിമിന്റെ അത്രയും പിക്ചർ കട്ട് ചെയ്ത് കളയണം. അതാണ് എത്ര മാത്രം അത് ട്രിം ചെയ്യണം അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അതിനകത്ത് സൈസ് ഓഫ് പിക്ചർ എഴുതാം അല്ലേ? സൈസ് ഓഫ് പിക്ചർ ഇസ് ഈക്വൽ ടു എത്രയാണ്? വിഡ്ത്ത്. സൈസ് ഒന്നും വേണ്ട, സെന്റിമീറ്റർ വൈഡ് എന്നാണ്. നമുക്ക് വിഡ്ത്ത് എന്ന് തന്നെ എഴുതാം അല്ലെ? വിഡ്ത്ത് ഓഫ് പിക്ചർ നമുക്ക് എഴുതാം. വിഡ്ത്ത് ഓഫ് പിക്ചർ ഇസ് ഈക്വൽ ടു എത്രയാണുള്ളത്? 7 3 by 5 centimeter. That is equal to 7 into 5 35 plus 3 38 by 5 centimeter ആണ് width of picture ആണല്ലോ. ഇനി width of frame എത്രയാണ്? ഫ്രെയിം ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട് 7 3 by 10 ആണ് ഫ്രെയിമിന്റെ width ആണല്ലോ. ഫ്രെയിമിന്റെ width അതാണ്. അപ്പോൾ നമുക്ക് that is equal to 73 by 10 centimeter എന്നും പറയാം. 73 by 10 centimeter എന്ന് നമുക്ക് പറയാം ആണല്ലോ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എത്രമാത്രം പിക്ചർ കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വലിയ നമ്പർ പിക്ചറിലെ കട്ട് ചെയ്യട്ടെ. അപ്പൊ പിക്ചറിന്റെ നമ്പറാണ് വലുത്. അപ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. പിക്ചർ ടു ബി ട്രിംഡ്. ട്രിം ചെയ്യേണ്ട പിക്ചറിന്റെ അളവ് എത്ര വരും? നമുക്ക് പിക്ചറിന്റെ വിഡ്ത്തിൽ നിന്ന്, അതായത് 38 by 5 minus 73 by 10. 38 by 5 minus 73 by 10 നോക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ കിട്ടും. നമുക്ക് നോക്കാം എത്രയാണെന്ന്. ഇതിന്റെ രണ്ടിന്റെയും 5ന്റെയും 10ന്റെയും കൂടെ LCM എന്ന് പറയുന്നത് 10 കിട്ടും. ഓക്കെ, 5 10 നോക്കുക. 5 10 കൂടെ ചെയ്യുമ്പോൾ 5 1 2 2 1 1 5 into 2 10 ആയിരിക്കും LCM എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ LCM ന് ഈക്വൽ ആകണം. ദാറ്റ് ഈസ് 38 divided by 5 into 2 minus 73 divided by 10. അതിനകത്ത് ചേഞ്ച് ഒന്നും വരുത്തണ്ട, കാരണം അത് ഓൾറെഡി 10 തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 38 into 2 എന്ന് പറഞ്ഞാൽ 8 into 2 16 1 3 into 2 6 plus 1 76 divided by 10 minus 73 by 10 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 by 10 പാർട്ട് ആണ്. അതിന്റെ 3 by 10 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്? ട്രിം ചെയ്യേണ്ടത്. നമ്മുടെ പിക്ചറിന്റെ 3 by 10 സെന്റിമീറ്റർ ട്രിം ചെയ്യണം. ഓക്കെ, ഇതാണ് എന്റെ ആൻസർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ എന്താണ്? ഋതു ഈസ്
3/5 part of an apple and the remaining apple was eaten by her brother Somu. How much part of the apple did Somu eat? Who had the larger share? By how much? അപ്പോൾ നമ്മുടെ ഒരു ആപ്പിൾ നമ്മുടെ സോമു എടുത്തു, അതില് ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ പാർട്ട് ഓഫ് ആപ്പിൾ നമുക്കറിയാം. ഫുൾ പാർട്ട് ഓഫ് ആപ്പിളിനെ നമുക്ക് 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. നമുക്ക് 3/5 അല്ലേ, 3/5 അല്ലേ സോമു കഴിച്ചത്. അപ്പോൾ ആപ്പിളിനെ 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 1 ആണ്, ഫുൾ ഒരു ആപ്പിളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ആപ്പിളിനെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. 5/5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 പാർട്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഫുൾ ആപ്പിളിനെ നമുക്ക് 5/5 എന്ന് എടുക്കാം. അതിൽ സോമു എത്രയാണ്, ഋതു എത്രയാണ് കഴിച്ചത്? ഋതു ഈസ് എത്രയാണ് പാർട്ട് ഓഫ് ആപ്പിൾ? ഋതു ഈസ് ഈക്വൽ ടു ഋതു കഴിച്ചത് എത്രയാണ്? 3/5 പാർട്ടാണ് അല്ലേ. അപ്പോ പാർട്ട് അടുത്ത എഴുതാം. പാർട്ട് ഓഫ് ആപ്പിൾ സോമു ഈസ്. സോമു കഴിച്ചത് എത്രയാണ്? സോമു കഴിച്ചത് ടോട്ടൽ 5/5 ആയിരുന്നു. അതിൽ നിന്ന് ഋതു കഴിച്ചത് 3/5 ആണ്. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോമു കഴിച്ചത് എത്ര പാർട്ടാണെന്ന് കിട്ടത്തില്ലേ? അതായത് നമ്മുടെ ടോട്ടൽ 5/5 പാർട്ട് ഉണ്ട്, അതിൽ ഋതു കഴിച്ചത് 3/5 പാർട്ടാണ്. ബാക്കിയുള്ളതാണല്ലോ സോമു കഴിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/5 മൈനസ് 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 പാർട്ടാണ് ആര് കഴിച്ചത്? സോമു കഴിച്ചത്. ഇപ്പൊ ആരാണ് കൂടുതൽ കഴിച്ചത്? ഋതു 3/5, സോമു 2/5. ആരാണ് കൂടുതൽ കഴിച്ചത്? ഋതുവാണ് കൂടുതൽ കഴിച്ചല്ലേ. അപ്പോൾ ഋതു ഈസ് ലാർജർ പാർട്ട് ഓഫ് ആപ്പിൾ അല്ലേ. ഋതു ആണ് ലാർജർ പാർട്ട് കഴിച്ചത്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൂടെ ചോദിച്ചിട്ടുണ്ട് ബൈ ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ കഴിച്ചു? 3/5 ആണ് ഋതു കഴിച്ചത്, 2/5 ആണ് സോമു കഴിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 പാർട്ടാണ് കൂടുതലായിട്ട് കഴിച്ചത്. ഓക്കെ, അപ്പോ ഋതു ഈസ് 1/5 പാർട്ട് ലാർജർ ദാൻ സോമു. ഓക്കെ, സോമു കഴിച്ചതിനേക്കാൾ 1/5 പാർട്ട് കൂടുതലാണ് ഋതു കഴിച്ചത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ സോമു കഴിച്ചത് ഋതു കഴിച്ചത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 3/5 മൈനസ് 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഈ ആക്ടിവിറ്റിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മൈക്കൽ ഫിനിഷ്ഡ് കളറിംഗ് പിക്ചർ ഇൻ 7/12 അവർ. വൈഫ് ഫിനിഷ്ഡ് കളറിംഗ് ദ സെയിം പിക്ചർ ഇൻ 3/4 അവർ. ഹു വർക്ക്ഡ് ലാർജർ? ബൈ വാട്ട് ഫ്രാക്ഷൻ വാസ് ഇറ്റ് ലാർജർ? രണ്ടുപേര് കളർ ചെയ്യാണ്. ഒരാള് മൈക്കിൾ എന്ന് പറയുന്ന ആള് എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ മൈക്കിൾ ഇസ് ഈക്വൽ ടു 7/12. 7/12 അവർ ആണ് എടുത്തത് ആണല്ലോ. ഇനി രണ്ടാമതാണ് ടൈം ടേക്കൺ ബൈ വൈഫ് അല്ലെ. വൈഫ് എത്ര ടൈമാണ് എടുത്തത്? എത്രയാണെന്നുള്ളത് നമുക്ക് 3/4 hours ആണ്. 3/4 hours ആണ്. ഇതിൽ ആരാണ് കൂടുതൽ ആരാണ് കൂടുതൽ ടൈം എടുത്തതെന്നാണ് ചോദിച്ചത്. നോക്കി, നമുക്കിത് കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിത് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കണം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? LCM എടുത്താൽ മതി. LCM എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആവും അല്ലെ. അപ്പൊ LCM എടുത്താൽ മതി. 12ന്റെയും 4ന്റെയും കൂടെ LCM നമുക്ക് എടുക്കാമല്ലോ. 12ന്റെയും 4ന്റെയും LCM എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6, 2 വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 3, 1, 3 കൊണ്ട് ചെയ്യുമ്പോൾ 1, 1. LCM is equal to 2 into 2 into 3 is equal to 12 ആണ്. 12 ആണ് LCM. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ ഓൾറെഡി 12 ആണ്. നമുക്ക് ഇവന്റെ മാത്രം 12 ആക്കിയാൽ മതി. അതായത് 3/4 into 3 into 3 that is equal to 9/12 ആണ് വൈഫ് ചെയ്തത്. 7/12 ആണ് മൈക്കിൾ ചെയ്തത്. ആരാണ് കൂടുതൽ ടൈം എടുത്തത്? കൂടുതൽ ടൈം എടുത്തത് വൈഫ് ആണ് അല്ലേ. അപ്പൊ എഴുതുക വൈഫ് ടേക്കൺ ലാർജർ ടൈം. വൈഫാണ് കൂടുതൽ ടൈം എടുത്തത്. എത്ര കൂടുതൽ എടുത്തു എന്ന് അറിയാൻ എന്ത് ചെയ്യണം? 9/12 മൈനസ് 7/12 നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 പാർട്ടാണ് കൂടുതൽ അല്ലേ. വൈഫ് ടേക്ക് 1/12 hours മോർ ദാൻ മൈക്കിൾ അല്ലേ. വൈഫ് 1/12 hours കൂടുതലായിട്ട് എടുത്തു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു എക്സർസൈസ് ചെയ്തതോടുകൂടി നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ നല്ലതുപോലെ മനസ്സിലായി അല്ലേ. അഡീഷൻ സബ്ട്രാക്ഷൻ നല്ലതുപോലെ മനസ്സിലായി. LCM എടുക്കുന്ന മനസ്സിലായി. എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ ഒരു എക്സർസൈസ് ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
നമുക്കിനി അടുത്ത പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചേക്കുക. ഏതെങ്കിലും പാർട്ട് ഒന്നുകൂടെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.